കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസിൽ പ്രതി ഡോക്ടർ CN വിജയകുമാരി ഹൈക്കോടതിയെ സമീപിച്ചു. അക്കാദമിക് സത്യസന്ധത ഉയർത്തിപ്പിടിച്ചതിനാണ് തനിക്കെതിരായ കേസെന്ന് വിജയകുമാരി ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ ഹൈക്കോടതി സർവകലാശാലയോടും ഗവർണറോടും വിശദീകരണം തേടി. അഹമ്മദ് മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാൻ. മുജിതബ, വിശദാംശങ്ങൾ. വർഷ, ഒരു സംസ്കൃത ഗവേഷക വിദ്യാർത്ഥിയുടെ PhD ഓപ്പൺ ഡിഫൻസ് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ പേരിലാണ് പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ചില സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദവും ഭീഷണിയും നേരിടേണ്ടി വരുന്നത്. തന്റെ മേൽനോട്ടത്തിൽ ഗവേഷണം നടത്തുന്നവരിൽ 2 വിദ്യാർത്ഥിനികൾ SC വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൽ ഒരു വിദ്യാർത്ഥിനി തന്നോടൊപ്പം തന്റെ വീട്ടിൽ താമസിച്ചാണ് ഗവേഷണം പൂർത്തിയാക്കിയത്. അത്തരത്തിൽ പെരുമാറുന്ന തനിക്കെതിരെയാണ് അക്കാദമിക തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ വ്യാജ പട്ടികജാതി വിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഈ ഹർജിയിലുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. ആ കേസ് ചുമത്തിയ നടപടി ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഭാഗം കൂടി വിശദീകരിച്ചതുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. തനിക്കെതിരായ നടപടി തെറ്റായ നടപടിയാണ്, നിയമപരമായി നിലനിൽക്കില്ല എന്നതുൾപ്പെടെയാണ് ഈ വിഷയത്തിൽ അവർ എന്തായാലും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നേരത്തെ വർഷം സൂചിപ്പിച്ചതുപോലെ അക്കാദമിക സത്യസന്ധത ഉയർത്തിപ്പിടിച്ചതിനാണ് ഇപ്പോൾ തനിക്കെതിരെ കേസ് വന്നിരിക്കുന്നത് എന്നും വിജയകുമാരി ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഹർജിയിൽ ഹൈക്കോടതി ഗവർണറോടും സർവകലാശാലയോടും വിശദീകരണം തേടിയിട്ടുണ്ട്. ശരി, അഹമ്മദ് മുജിതബയാണ് വിവരങ്ങൾ നൽകിയത്.